ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രാവിലെ ഇപ്പം ഞാനൊരു തട്ടിക്കൂട്ടൽ ബിരിയാണി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ കുറേ നാളുകൊണ്ട് എൻ്റെ മോൻ പറയുന്നുണ്ട്, ഉമ്മച്ചി ബിരിയാണി ഉണ്ടാക്കി തരുമോ, പക്ഷേ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ഇടരുതെന്ന്. അവൻ നെച്ചോറിനാണ് കേട്ടോ പറയുന്നത്. നമ്മൾ നെച്ചോറിൽ ക്യാരറ്റ് ഇട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പോൾ അത് വേണ്ടെന്നാണ്, കാരണം ക്യാരറ്റ് ഇഷ്ടമേ അല്ല. അങ്ങനെ കുറച്ചുള്ളിയും അതിൻ്റെ അടുത്ത് 2 ലെഗ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ലെഗ് പീസും അല്ലറ ചില്ലറ കുറച്ച് പീസസൊക്കെ ഇട്ടിട്ട് തട്ടിക്കൂട്ടൽ ബിരിയാണി അങ്ങ് രാവിലെ തന്നെ സെറ്റാക്കി 2 പേരുടെ ലഞ്ച് ബോക്സിൽ നല്ല ചൂടോടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ലഞ്ച് ബോക്സ് ചൂടോടെ അടച്ച് വെക്കാറില്ല, കാരണം ചിലപ്പോൾ ചീത്തയായിപ്പോവും. നമ്മൾ അടച്ച് വെച്ച് ഇങ്ങനെ കൊടുത്ത് വിടുമ്പോഴേ ചൂടോടെ കുറച്ച് നേരം ഫാനിൻ്റെ താഴത്ത് വെച്ച് ഇച്ചിരി തണുപ്പൊക്കെ ആയതിനു ശേഷം മാത്രമേ അടച്ച് വെച്ച് കൊടുക്കാറുള്ളൂ. പിന്നെ 2 പേർക്കും ഓരോ ലെഗ് പീസ് വെച്ചിട്ടുണ്ട്. ഇവർക്കാണെങ്കിൽ ഇവിടെ ബിരിയാണി വെക്കുമ്പോൾ 2 പേർക്കും ലെഗ് വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാലും ആ ലെഗ് പീസ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കും. ഒന്നുമില്ലെങ്കിൽ ആ ലെഗ് പീസ് മാത്രമായിട്ട് ഒരു കുഞ്ഞു ബിരിയാണി ഉണ്ടാക്കി ഒരു ദിവസം ഞാൻ കൊടുത്ത് വിടാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മോന് സലാഡ് വേണ്ട, പപ്പടവും വേണ്ട, രണ്ടും വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് മോക്ക് മാത്രം ഞാൻ കുറച്ച് സലാഡ് ഉണ്ടാക്കി ലഞ്ച് ബോക്സ് സെറ്റാക്കി. പിന്നെ അടുത്ത സ്നാക്സ് ആയിട്ട് ഞാൻ കുറച്ച് പോമിഗ്രാനറ്റ് ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്ത് വിടുന്നുണ്ട്. അപ്പം നാളെ കാണാം. ബൈ.